സംവിധായകൻ ഭരതൻ ആരവും എന്ന തന്റെ 7ാമത്തെ ചിത്രത്തിലേക്ക് നായകനായി ആദ്യം ക്ഷണിച്ചത് കമൽഹാസനെയായിരുന്നു. തമിഴിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന 2 ചിത്രങ്ങളിലെ തിരക്കിലായിരുന്നിട്ടും ഭരതനുമായി പലവട്ടം ആരവത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് കമൽഹാസൻ ചർച്ചകൾ നടത്തി. ഒടുവിൽ കമൽഹാസനെ കൂടുതൽ കാത്തുനിൽക്കാതെ നെടുമുടി വേണു എന്ന നാടക നടനെ പരീക്ഷിച്ചുകൊണ്ടായിരുന്നു 1980-ൽ ഭരതൻ ആരവം പൂർത്തീകരിച്ചത്. പിന്നീട് 12 വർഷങ്ങൾക്ക് ശേഷം ഭരതനെ തേടി കമൽഹാസൻ വന്നത് തേവർമകൻ എന്ന ചിത്രത്തിന്റെ ഫുൾ സ്ക്രിപ്റ്റുമായിട്ടായിരുന്നു. കമൽഹാസൻ സ്വയം രചനയും നിർമ്മാണവും നിർവഹിച്ച നടികർ ശൃംഗം ശിവാജി ഗണേഷിനൊപ്പം അഭിനയിക്കുന്ന തേവർമകൻ ഫ്രീയായി പോലും സംവിധാനം ചെയ്തു കൊടുക്കാൻ തമിഴ് സിനിമയിലെ മുടിച്ചൂട മന്നന്മാർ പിടിപിടി കൂടുന്ന സമയത്ത് കമൽഹാസൻ തേവർമകൻ ഭരതനെ ഏൽപ്പിക്കുന്നത്. ആര്യദ്രാവിഡ ജാതി വൈജാതി പോരാട്ടങ്ങളുടെ പ്രമേയവുമായി ഒരുങ്ങുന്ന ടിപ്പിക്കൽ തമിഴ് ചിത്രമായ തേവർമകൻ ഒരു മലയാളി സംവിധാനം ചെയ്താൽ സംഭവിക്കാനിടയുള്ള ആശങ്കകൾ പലരും നിരത്തിയിട്ടും കമൽ പിന്മാറിയില്ല. രേവതി, ഗൗതമി, നാസർ, വടിവേലി തുടങ്ങിയവരെയും ചിത്രത്തിൽ സഹകരിപ്പിച്ചു. 1992-ലെ ദീപാവലി നാളിൽ തേവർമകൻ റിലീസ് ചെയ്തു. 126 കേന്ദ്രങ്ങളിൽ 175ഓളം ദിവസങ്ങൾ പ്രദർശിപ്പിച്ച് തമിഴ് സിനിമയുടെ ചരിത്രം തന്നെയായിരുന്നു ഭരതൻ കടപുഴക്കിയത്. 5ഓളം ദേശീയ പുരസ്കാരം നേടിയെടുത്ത തേവർമകനെ തേടി അനേകം പ്രാദേശിക പുരസ്കാരങ്ങളും വന്നു. കന്നഡയിൽ താൻകി തങ്കമക എന്ന പേരിൽ അംബരീഷിനെ നായകനാക്കി റീമേക്ക് ചെയ്തപ്പോൾ തെലുങ്കിൽ മുഴുമാറ്റിയായിരുന്നു ചിത്രം പ്രദർശിപ്പിച്ചത്. അനിൽ കപൂറിനെ നായകനാക്കി വീരാസത്ത് എന്ന പേരിൽ പ്രിയദർശൻ തേവർമകനെ ഹിന്ദിയിൽ വൻ വിജയമാക്കി മാറ്റിയിരുന്നു.